ഇടയായിത്തീരും. ദൈവദാസനോട് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ഓരോ ദിവസവും പുതിയ മന്ന പെറുക്കിയെടുത്തതുപോലെ ദൈവവചനത്തിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് ഇടയായി തീരട്ടെ. എബ്രായ ലേഖനം മുഴുവനൊന്നും നമുക്കൊരു ദിവസം 10 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും എടുത്ത് തീർക്കാൻ കഴിയുകയില്ല. നമ്മൾ മുന്നറിയിപ്പുകൾ മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മൾ ആകെ എത്തിയത് 4ാമത്തെ മുന്നറിയിപ്പിലേക്ക് മാത്രമാണ്. അതുകൊണ്ടും തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്വതവേ വായിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാകുന്നു. വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എബ്രായ ലേഖനത്തിൻ്റെ ഔട്ട്ലൈൻ ഞാൻ 3 പദങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ പുത്രൻ ആരെക്കാട്ടിലും വലിയതാണ്, ദാസന്മാരെക്കാട്ടിലും വലിയതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പൊരുൾ നെടിലിനെക്കാട്ടിലും വലുതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പ്രസോൺ ആയുക, മുന്നോട്ടായുക. ബട്ട് നമ്മൾ പ്രസോൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് ആരിലായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. അത് പറഞ്ഞിട്ടാണ് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അവൻ ശ്രേഷ്ഠനാണ്, ആരെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. 1-ാമത്തെ അധ്യായം മുതലേ ലേഖകൻ പറഞ്ഞു വരുന്നതാ. പ്രവാചകന്മാരെക്കാട്ടിലും, ദൂതന്മാരെക്കാട്ടിലും, മോശയെക്കാട്ടിലും, അഹരോനെക്കാട്ടിലും, മൽക്കിസദേക്കിനെക്കാട്ടിലും ഓരോരുത്തരെ എണ്ണി 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 താൻ പറഞ്ഞിട്ട് പറയുക, ഇവരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ കളയരുത്. ആ ശ്രേഷ്ഠനായ യേശുവിനെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ വളർച്ചയെ മുരടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായത്. 4ാമത്തെ മുന്നറിയിപ്പാണല്ലോ നമ്മൾ ചിന്തിക്കുവാനിടയായത്. അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുണ്ടാകരുത്? മന്ദത എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. മന്ദത ഉണ്ടായാൽ ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചത് മന്ദത ഉണ്ടായാൽ നമ്മുടെ എന്ത് ചെയ്യും? ഗ്രഹണശക്തി എന്ത് ചെയ്യും? ഇറ്റ് പ്രിവെന്റ്സ് അവർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എന്ത് ചെയ്യും? കുറയ്ക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ എന്ത് ചെയ്യും? വളർച്ച എന്ത് ചെയ്യും? മുരടിക്കും. അവിടാണ് ലേഖകൻ പറയുന്ന കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ട സമയം കഴിഞ്ഞു, ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് മന്ദതയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡിസേൺമെന്റ് എന്ത് ചെയ്യും? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ്. അതിനെ ആ പദത്തിലൂടെ നമ്മൾ കണ്ടത് ദൈവ ഇഷ്ടത്തിന്റെ അല്ലെങ്കിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യും? നമുക്കില്ലാതാകും. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകരുത്? മന്ദത എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് ലേഖകൻ പറയുകയാണ്. ചില കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തു വെച്ച് 1, 2, 3, 4 നിങ്ങൾ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, ഇതിൽ തന്നെ നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ എന്ത് പ്രാപിക്കണം? പരിജ്ഞാന പൂർത്തി എന്ത് ചെയ്യണം? പ്രാപിക്കണം. അതാണ് നമ്മൾ 6ാം അധ്യായത്തിൽ കണ്ടത്. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അപ്പം ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്താ? അപ്പോൾ ലേഖകനോട് പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഈ ടീച്ചിങ് എല്ലാം ഫൗണ്ടേഷണലായ എലമെന്ററി ആയ ടീച്ചിങ്. അതിൽ പിന്നെയും നിങ്ങൾ നിൽക്കാതെ യു ഹാവ് ടു ഗ്രോ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരണം. എന്നിട്ട് പറയുകയാണ്, ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അപ്പം അവിടെ ലേഖകൻ വളരെ വ്യക്തമായി പറയും എന്താണ് നമ്മുടെ ഗോൾ. വാട്ട് ഈസ് അവർ ഗോൾ? നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റിയിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് പോകണം? മെച്യൂരിറ്റിയിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അല്ലെങ്കിൽ ഡൾനെസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. അപ്പം നമ്മളെ ദൈവം വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? പരിജ്ഞാന പൂർത്തിയിലേക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ ചിന്ത ഒറ്റ നമ്മൾ എവിടെ പോകാനാ? യെസ്, സ്വർഗത്തിൽ പോകാൻ തന്നെ. അതിന് യാതൊരു മാറ്റവും ഇല്ല. പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നവർക്കുള്ള റിവാർഡാ എന്നു പറയുന്നത്. അപ്പൊ ദൈവം നമ്മെ വിളിച്ചു വരുന്നതിന്റെ ഉദ്ദേശം എന്താ? ഈ ലോകത്തെ നമ്മളെ വിളിച്ചു വരുന്ന ഉദ്ദേശം എന്താ? നാം എവിടെയൊക്കെ എത്തിച്ചേരണം? പരിജ്ഞാന പൂർത്തിയിലേക്ക്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്ക്, ക്രിസ്തു എന്ന തലയോളം നാം എന്ത് ചെയ്യണം? വളരെയാണ്. അപ്പൊ ദൈവം നമ്മെ വിളിച്ചു വേർതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡൾനെസ് ആയി പോകാനല്ല, മറിച്ച് നാം എന്തിലേക്ക് പോകണം? മെച്യൂരിറ്റിയിലേക്ക് നാം എന്ത് ചെയ്യണം? അത് ഓരോ ദിവസവും നാം എന്ത് ചെയ്യണം? ആ മെച്യൂരിറ്റിയിലേക്ക് നാം എന്ത് ചെയ്യണം? അതാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പറയുന്ന വലിയ 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 പഠിപ്പീരൊക്കെ ലേഖകൻ പറയുക. ആ പഠിപ്പീരൊക്കെ എന്താ?
എലമെന്ററി ആയ പഠിപ്പീര. എന്തൊക്കെയാ പഠിപ്പീരെന്ന് നോക്കി. ഒന്നാമത്തെ കാര്യം പറയുകയാണ് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. അതിനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറയുന്ന ഒരൊറ്റ പദം എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് നീതീകരണം എന്നുള്ള, അല്ലെങ്കിൽ കൺവേർഷൻ എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലേഖകൻ ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് എഴുതപ്പെട്ടത് ആരോടാ? യഹൂദ വിശ്വാസികളോട്. കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് വന്ന യഹൂദ വിശ്വാസം. അപ്പോൾ അവരുടെ പഴയ മതത്തിലെ ആചാരങ്ങളെ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ലേഖകൻ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത് പറയുകയാണ് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്നിവിടെ ലേഖകൻ പറയാം. അപ്പോൾ എന്താണ് ഇവിടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കൾ പാപം ചെയ്താൽ അവരുടെ പാപത്തിന് പരിഹാരമായി അവരെന്തർപ്പിക്കണം? യാഗം എന്ത് ചെയ്യണം? അർപ്പിക്കണം. എത്ര വിധത്തിലുള്ള യാഗങ്ങളുണ്ട്? പ്രധാനമായി എത്ര യാഗങ്ങളുണ്ട്? 5 യാഗങ്ങളുണ്ട്. ആ യാഗത്തെ എത്ര ആയിട്ട് തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സൗരഭാസന ഉള്ള യാഗങ്ങളെന്നും മറ്റേതെന്താ പറയുന്നത്? സൗരഭാസന ഇല്ലാത്ത യാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യാഗങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ദൈവജനം മടങ്ങി വരണം. പാപത്തിന് ക്ഷമ ലഭിപ്പാൻ എന്ത് ചെയ്യണം? യാഗം അർപ്പിക്കണം. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ മനുഷ്യൻ യാഗത്തിന്റെ മൃഗവുമായി പുരോഹിതന്റെ അടുക്കൽ വന്ന് ആ മൃഗത്തിന്റെ മേൽ കൈവച്ച് തന്റെ പാപങ്ങളെ മുഴുവനും ആരുടെ മേൽ ചുമത്തും? ആ മൃഗത്തിന്റെ മേൽ എന്ത് ചെയ്യും? ചുമത്തും. അതിനെ പുരോഹിതൻ യാഗം അർപ്പിച്ചതിന് ശേഷം പുരോഹിതൻ കൽപ്പിക്കുകയാണ്, നിന്റെ പാപത്തിന് എന്ത് ചെയ്തു? മോചനം ലഭിച്ചു എന്ന് പറയുന്നു. ഇതാണ് അവരുടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ് എന്ന് പറയുന്നു. എന്നാൽ ലേഖകൻ ഇവിടെ പറയുന്ന പദമുണ്ട്, പ്രയോജനമില്ലാത്ത ഭോജനയാഗങ്ങൾ. അപ്പോൾ ഇവിടെ ലേഖകൻ പറയാ, ഈ യാഗങ്ങൾക്കൊന്നും എന്തില്ല? പ്രയോജനമില്ല എന്ന് പറയുക. 9-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ജഡീക നിയമങ്ങളെയാണ്. അപ്പൊ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ യാഗങ്ങൾ, പഴയ നിയമത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവർ ചെയ്ത ക്രിയകൾ, ഇതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ലേഖകൻ പറയുന്നത് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഇത് പറഞ്ഞിട്ട് എന്നാൽ പുതിയ നിയമ ദൈവമക്കൾക്കുള്ള ഒരൊറ്റ ഉപദേശം എന്ന് പറയുന്നത് ഇതേ സെയിം സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ്? മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ വിശ്വാസികൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ അവരെന്തർപ്പിച്ചു? യാഗം അർപ്പിച്ചു. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നൽകിയ എന്താണ്? മാനസാന്തരം എന്നുള്ളതാണ്. എന്താ ഈ മാനസാന്തരം? മാനസാന്തരം എന്ന് പറയും, നിങ്ങൾ എടുക്കണ്ട, അപ്പോസ്തല പ്രവൃത്തി 20-21 അധ്യായങ്ങൾ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. ചിലർ പറയുന്നത് കേട്ടുണ്ട്, ഒരു വഴിയിലൂടെ ഇങ്ങനെ വന്നു, ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു? തെറ്റാണ് കാണിക്കുന്നത്. അതിനുശേഷം പുറകോട്ട് എന്ത് ചെയ്യുക? പുറകോട്ടല്ല നടക്കുന്നത്. ഒരു വഴിയിലൂടെ നമ്മൾ വന്ന് ഒരു പ്രത്യേക പോയിന്റിൽ നമ്മൾ പാപികളാന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ വഴി എടുക്കുക. ആ വഴി ആരിലൂടെ വഴിയാ? യേശു ക്രിസ്തുവിലൂടെയുള്ള വഴിയാ. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവിനെ വിളിക്കുന്ന പേരാണ് മാനസാന്തരം. പിന്നെ ദൈവമക്കൾ, അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. ദൈവവചനത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം പ്രസംഗിക്കുക. നിങ്ങൾ എന്നെ കേട്ടോ? ദൈവവചനത്തിലെ കൽപ്പനയാണ് എന്ത് പ്രസംഗിക്കുക. അപ്പൊ ദൈവമക്കളോട് പ്രസംഗിക്കാനുള്ളത് എന്താ? ആ മാനസാന്തരമാ. നമ്മളിത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്യുക? അനുസരിക്കാതിരിക്കുക. ദൈവത്തിങ്കിലേക്കും മനുഷ്യൻ തിരിയണമെന്നാണ് ആര് പറയുന്നത്? ദൈവം എന്ത് ചെയ്യുന്നത്? നിങ്ങൾ പഴയ നിയമ പ്രവാചകന്മാരെ എല്ലാം എടുത്തു നോക്കി. എന്തായിരുന്നു ഇവരുടെയൊക്കെ പ്രവചന ശുശ്രൂഷ? ഇവരുടെയൊക്കെ പ്രവചന ശുശ്രൂഷ ഒന്നായിരുന്നു, ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. എല്ലാ ദൈവമക്കളെയും ഒറ്റവാചകത്തിൽ പ്രവാചകന്മാർ വിളിക്കുക, നിങ്ങൾ ആരിലേക്ക് മടങ്ങി വരണം? ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. അപ്പോൾ ഇവിടെ ലേഖകൻ പറയുകയാണ്, പഴയ നിയമത്തിൽ അവർ പ്രവർത്തികളിലൂടെയായിരുന്നു മാനസാന്തരത്തിലേക്ക് നടന്നതെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രവൃത്തിയിലല്ല, മറിച്ച് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ഒറ്റയൊരാളിലൂടെ. അതാരിലൂടെ? കർത്താവായ യേശു ക്രിസ്തുവിലൂടാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ലേഖകൻ പറയുക, ലേവി സമ്പ്രദായത്തിലെ ലേവി പൗരോഹിത്യത്തിലെ യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് യഥാർത്ഥ ആ ബന്ധത്തിലേക്ക് നയിക്കാതിരുന്നപ്പോൾ
പുതിയ നിയമ വിശ്വാസികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പൊ മാനസാന്തരം ആരിലൂടെ മാത്രമേ ഉള്ളൂ? ഇതൊരിക്കൽ എന്ത് ചെയ്യുന്നതാ? നടക്കുന്നതാ. ഇതിനെക്കുറിച്ച് ലേഖൻ പറയാ, ഇത് എലമെന്ററി ടീച്ചിങ്. മാനസാന്തരം എന്ന് പറയും നമ്മൾ വലിയൊരു കാര്യമായിട്ട് പറയുമ്പോൾ ലേഖൻ പറയാ ഇതെന്താ? ഇത് എലമെന്ററി ടീച്ചിങ്. എന്നിട്ട് നോക്കിയേ, രണ്ടാമത്തെ കാര്യം പറയുകയാണ് ദൈവത്തിങ്കലുള്ള വിശ്വാസം. നമുക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ച് നോക്കുമ്പോൾ കാണുന്നത് അവർ ആരിൽ വിശ്വസിച്ചു? ജീവനുള്ള ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാമിനെ നോക്കി ഉൽപ്പത്തി പുസ്തകം 15:16. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഉൽപ്പത്തി പുസ്തകം 15:16 അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അബ്രഹാം ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ എന്ത് ചെയ്തു? അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ പിൻതലമുറ ആരിൽ വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു, ഇസഹാക്ക് വിശ്വസിച്ചു, യാക്കോബ് വിശ്വസിച്ചു. ഇങ്ങനെ തലമുറകളെല്ലാം എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്, മോശയോട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയുന്ന പാരാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് പറയുവാൻ താൻ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് ദൈവം പറയാനുള്ള കാരണം ഈ പിതാക്കന്മാർ ആരിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും എന്തായിട്ട് പറയുക? എലമെന്ററി ടീച്ചിങ്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളോട് പറയുകയാണ്, ആ ദൈവത്തിങ്കിലേക്ക് വിശ്വസിക്കാൻ നമുക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതാരല്ലോടാ? കർത്താവായ. അപ്പോൾ സത്യ മാനസാന്തരത്തിന് ഒരു വഴിയേ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഒരു വഴിയേ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു എന്ന് പറയുക. ഇനി മൂന്നാമത് നോക്കിയേ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി നോക്കണമേ. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനങ്ങളെ കുറിച്ചാണ്, പ്ലൂറല്ല പറഞ്ഞിരിക്കുന്നത്. ബാപ്റ്റിസ്മോൻ എന്ന് പറയുന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബാപ്റ്റിസോ എന്ന് പറയുന്ന സിംഗുലറാ. അവിടെ സ്നാനങ്ങൾ എന്നല്ല, മറിച്ച് എന്താ? സ്നാനം. എന്നാൽ പഴയ നിയമത്തിൽ ഇവിടെ പറയുക, അവർക്ക് പല തരത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൈകാലുകൾ കഴുകുന്ന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ പലതുണ്ടായിരുന്നു. ലേവ്യരെ ശുദ്ധീകരിപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പുരോഹിതന്മാരും താമ്രത്തൊട്ടിയിൽ കൈകാലുകൾ കഴുകുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള അവരുടെ സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ലേഖൻ അവിടെയും പറയുക, ഈ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശവും എന്താ? എലമെന്ററി ടീച്ചിങ്. അടുത്ത നോക്കിയേ, നാലാമത്തെ നോക്കിയേ, കൈവെപ്പ് എന്നാ പറയുന്നത്. കൈവെപ്പ്. ഈ കൈവെപ്പ് എന്നതിനെ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന, കൈവെപ്പ് സൂചിപ്പിക്കുന്നത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുക. നമുക്ക് അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടുമ്പോൾ ദൈവം എന്ത് ചെയ്തു? കൈവെച്ച് അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു പറഞ്ഞു വിടുന്നു. മഹാപുരോഹിതന്മാരെ കുറിച്ച് നോക്കുമ്പോൾ അവരിറങ്ങി വന്നിട്ട് ദൈവജനത്തെ എന്ത് ചെയ്യുക? അവർ അനുഗ്രഹിക്കുക. അപ്പോൾ കൈവെപ്പ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുക? അനുഗ്രഹത്തെ സൂചിപ്പിക്കുക. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കൈവെപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നതും എന്തായിട്ട് കാണുക? ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുമ്പോൾ ലേഖൻ പറയും ഇതൊക്കെ എന്താ? ഇതൊക്കെ എലമെന്ററി ശുശ്രൂഷ ചെയ്യുക. അടുത്ത നോക്കിക്കേ, അടുത്ത പദം പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും പുതിയ നിയമം മാത്രം ഒതുങ്ങുന്ന ഒരു സത്യമല്ല. ഏതെന്ന് പറയുന്നത് മരിച്ചവരുടെ, മറിച്ച് ബൈബിളിലെ ഏറ്റവും പഴക്കമേറിയ ഒരു കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കി. അവിടെ എന്താ പറയുന്നത് നോക്കിയേ. ഇയ്യോബിന്റെ പുസ്തകം 19-25 മുതൽ 27 വരെ. എന്നെ വീണ്ടെടുക്കുന്നവൻ. അപ്പോൾ ഇയ്യോബിന് എന്തായിരുന്നു ഉറപ്പുണ്ടായിരുന്നേ? എനിക്കൊരു പുനരുത്ഥാനം. അടുത്തത് എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത വേഗത്തിൽ. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി. അടുത്തത്, ഞാൻ തന്നെ അവനെ കാണും. അടുത്ത വന്നിരിക്കും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കും? അപ്പോൾ ഇയ്യോബിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് എനിക്ക് എന്തുണ്ടാകും? ഒരു പുനരുത്ഥാനം. അപ്പോൾ പുനരുത്ഥാനം എന്ന് പറയുന്നത് പുതിയ നിയമ സത്യമല്ല, ബൈബിളിലെ ഏറ്റവും പഴയ കഥാപാത്രമായ
ഇയ്യോബ് പോലും വിശ്വസിച്ചൊരു കാര്യമാണ്, എനിക്കെന്തുണ്ടാകും എന്ന് നോക്കിയേ. എബ്രായ ലേഖനം 11-9 വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെ അബ്രാഹാമിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അബ്രാഹാമിനെ കുറിച്ചും 19 വാക്യം, അബ്രാഹാമിനെ കുറിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തനെന്ന്. അപ്പോൾ അബ്രാഹാം എന്താ വിശ്വസിച്ച്? നിശ്ചയമായിട്ട് എന്തുണ്ടാകും? ഉയർപ്പ് ഉണ്ടാകും. ലാസറിനെ കുറിച്ച് മാർത്തയോട് എന്താ പറഞ്ഞത്? മാർത്ത യേശുവിനോട് എന്താ പറഞ്ഞത്? ഒരു ഉയർപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ കാണാൻ കഴിയുന്ന കാര്യമാണ് എന്ന് പറയുന്നത് പുനരുത്ഥാനം എന്നുള്ളത്. ഇനി നോക്കണമേ, അടുത്ത വാദം പറയുകയാണ് നിത്യ ശിക്ഷാവിധി. അപ്പം ഉയർപ്പുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അടുത്തത് എന്താണെങ്കിലും നിത്യ ശിക്ഷാവിധി. ഇനി നിത്യ ശിക്ഷാവിധിയെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിലല്ല മാത്രം കാണുന്നത്. മലാക്കിയുടെ പ്രവചനം 4-1 വാക്യത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, നിത്യ ശിക്ഷാവിധി ഉണ്ടെന്നും അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ ലേഖകൻ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞവരുടെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താ? നമ്മളെല്ലാം അറിയാവുന്ന. പക്ഷെ ലേഖകൻ പറയുക, ഇതെല്ലാം അറിഞ്ഞാലും നിങ്ങൾ ഇപ്പോഴും എവിടെ നിൽക്കുന്നേ ഉള്ളൂ? അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? എന്റെ പൊന്നു ദൈവമക്കളെ, ഇവിടാണ് ലേഖകന്റെ ഏറ്റവും ഹൃദയം തുറന്ന് പറയുക. എന്താ ഹൃദയം തുറന്ന് പറയുന്നത് അറിയാമോ? 38 വർഷമായി ദൈവമക്കളോട് പറയുക, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായി പറയാൻ അറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പൊ വർഷങ്ങൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ കർത്താവിൽ വളരുന്നവരായി മാറണം. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് താൻ പറയുന്ന പാചകം നോക്കി, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചും ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? ആ പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. പരിജ്ഞാന പൂർത്തി. എന്താ ഈ പരിജ്ഞാന പൂർത്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? 3 പ്രധാന അർത്ഥങ്ങളാണ് പരിജ്ഞാന പൂർത്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നാമത്തത് പെർഫെക്ഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൂർണ്ണത എന്നുള്ളതാണ് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മെച്യൂരിറ്റി എന്നതിനെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പക്വതയെ സൂചിപ്പിക്കുന്ന പദമാണ്. നാലാമത്തെ ഒരർത്ഥം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച. ഈ 3 അർത്ഥങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ എന്ന് പറയുന്നത് മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്നു, മൂന്നാമത്തെ എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച. അപ്പോൾ എന്താ ലേഖകൻ പറയുന്നത്? മന്ദതയിൽ ഇരിക്കാനല്ല ദൈവം നമ്മെ എന്ത് ചെയ്തത്? സ്തോത്രം. മന്ദതയിൽ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, മറിച്ച് ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ആ പൂർണ്ണതയിലെത്താൻ വേണ്ടിയാ, ആ പൂർണ്ണ വളർച്ചയിലെത്താൻ വേണ്ടിയാ. അപ്പൊ ലേഖകൻ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം. പൂർണ്ണ വളർച്ചയിലെത്താൻ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണ വളർച്ചയിലെത്താൻ വേറെ ഒരു മാർഗവുമില്ല, ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിച്ചേ മതിയാകും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ലേഖകൻ ആ വാക്യത്തിലൂടെ വചനത്തിന്റെ പ്രാധാന്യം പറയുക. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് വളർച്ചയുണ്ടാകാൻ മറ്റൊരു മാർഗവുമില്ല, ദൈവവചനത്തെ നമ്മൾ ദിനംതോറും ഭക്ഷിച്ചേ മതിയാകൂ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ, ക്രിസ്തുവിന്റെ ശിഷ്യന്റെ ജീവിതത്തിൽ അവൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുക എന്നുള്ളത്. കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുക എന്നുള്ളത്. ഞാൻ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത്, ഇതിനെ ധ്യാനിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത്, നമുക്ക് വർഷങ്ങളുടെ പാരമ്പര്യം പറയാൻ കാണും, പക്ഷെ ആത്മീയമായി നമ്മൾ പുറകോട്ട് പോകും. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ, ബൈബിൾ ക്ലാസിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രി ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, വർഷം പറഞ്ഞാൽ എനിക്ക് 40, 30, 50 ഒക്കെ പറയാനുണ്ട്, പക്ഷെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു മെച്യൂരിറ്റിയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ കർത്താവിനോട് പറ, ദൈവമേ, ഇന്ന് രാത്രി അതിനായി എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി ദൈവജനം പറഞ്ഞു തുടങ്ങണം.
പ്രൈസ് ദി ലോർഡ്. ഈ പരിജ്ഞാന പൂർത്തി എന്ന് പറയുമ്പോൾ, പൂർണ്ണതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 ഘടകങ്ങളിലുള്ള പൂർണ്ണതയെ പറ്റിയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് അടിസ്ഥാന പൂർണ്ണതയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷണൽ പെർഫെക്ഷൻ, അടിസ്ഥാന പൂർണ്ണത. അതെന്താണെന്നറിയാമോ? അത് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അതെന്നാ ലഭിക്കുന്ന അറിയാമോ? ഒരുവൻ കർത്താവായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അവൻ ലഭിക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പൂർണ്ണതയാ. അതെന്താ? പാപിയായ മനുഷ്യൻ ആരുടെ മകനായി തീർന്നു? മകനായി തീർന്നു. അപ്പോൾ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒന്നാമത്തത് എന്ന് പറയുന്നത് അടിസ്ഥാന പൂർണ്ണതയും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് റിലേറ്റീവ് പെർഫെക്ഷനാ. എന്ന് പറഞ്ഞാൽ ആപേക്ഷിക പൂർണ്ണത, റിലേറ്റീവ് പെർഫെക്ഷൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദിനം തോറും നാം ആരായിക്കൊണ്ടിരിക്കുക, നാം പൂർണ്ണതയായിക്കോ. എന്താ അതിനെ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ശുദ്ധീകരണത്തിലൂടെ. അപ്പൊ എങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് എന്തിലൂടെ? ദൈവത്തിന്റെ വചനത്തിലൂടെ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യന്റെ അകത്ത് കർത്താവായി യേശു ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്നത് അവന് അടിസ്ഥാനപരമായി പൂർണ്ണത ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നതും കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ അവനെ എന്ത് ചെയ്യുക? ദിനം തോറും എന്ത് ചെയ്യുക? അതുകൊണ്ട് ദൈവത്തിന്റെ മറ്റൊരു വാക്യമുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അടുത്ത മറ്റൊരു ഭാഗത്ത് പറയും, എന്താ ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടമോ എന്താ? നിങ്ങളുടെ, ഒന്ന് ചേർന്ന് പറഞ്ഞ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ എന്താകുന്നു? അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താ? നമ്മുടെ ശുദ്ധീകരണമാ. ആ ശുദ്ധീകരണം എങ്ങനെയാ നടക്കുന്നത്? ശുദ്ധീകരണം നടക്കുന്നതിന് വേറെ ഒരു മാർഗവുമില്ല, ഒറ്റ മാർഗം, കർത്താവിന്റെ വചനത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കർത്താവിന്റെ വചനത്തിലുള്ള വിടുതൽ എന്ന് പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നതാ. കർത്താവിന്റെ വചനത്തിലുള്ള വിടുതൽ എന്ന് പറയുന്നത് നമ്മെ മാനസാന്തരത്തിൽ നയിക്കുന്നതാ. കർത്താവിന്റെ വചനത്തിലുള്ള വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളെ കാണിച്ചു തരുന്നതാ. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത്, ദൈവവചനം നിങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ കുറവിനെ ദൈവം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ, അങ്ങനെ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കുറവുകളെ ദൈവാത്മാവ് കാണിച്ചു തരണമെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തത് എന്ന് പറയുന്നത് ആപേക്ഷികമായ പൂർണ്ണതയാ, റിലേറ്റീവായ പെർഫെക്ഷനാ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ആത്യന്തിക പൂർണ്ണതയാ, അൾട്ടിമേറ്റ് പെർഫെക്ഷനാ. ഇത് എപ്പോഴാണ് നടക്കുന്നത് അറിയാമോ? ഇത് നടക്കുന്നത് ഉയർപ്പിന്റെ ശരീരത്തോടുകൂടിയാ. അതിനെ വിളിക്കുന്ന പേരാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും എന്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക? നമ്മൾ എന്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക? ഒരു ശുദ്ധീകരണത്തിലൂടെ നമ്മൾ എന്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക? ഒരു മെച്യൂരിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അൾട്ടിമേറ്റായി ഒരു മെച്യൂരിറ്റി നടക്കുന്ന ഒരു സമയമുണ്ട്, ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയമുണ്ട്. അതിന് ഞാൻ വിശ്വസിക്കുന്ന ഈ ബൈബിൾ ക്ലാസിന്റെ അവസാന ദിവസം ഞാൻ ഇങ്ങനെ പറയാം, കാലതാമസം അധികമില്ല, നമ്മുടെ കർത്താവായ യേശു വാനമേഘങ്ങളിൽ വരാൻ സമയമായി. ഇന്ന് രാത്രി അതിൽ പ്രത്യാശയുള്ള ദൈവവചനം എത്ര പേരുണ്ട്? അവർ ചേർന്നൊന്ന് കർത്താവിന് പറയാമോ? ദൈവമേ, ആ വരവിങ്കൽ ഞാൻ കാണണം, ആ പക്വതയിലേക്ക് എന്നെ നയിക്കണം, അതിന് ഇന്ന് രാത്രി എന്നെ ശുദ്ധീകരിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ലേഖകൻ ഇവിടെ പറയുക, നാം എന്തിലേക്ക് എത്തിച്ചേരണം? ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് എന്ത് ചെയ്യണം? എത്തിച്ചേരണം. എന്നിട്ട് തന്റെ കോൺഫിഡൻസ് ആണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അതെന്ത് ചെയ്യും? ദൈവം അനുവദിക്കുന്ന പക്ഷം നാം എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ആ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ ആരെ വേണം? അതുകൊണ്ട് ലേഖകൻ പറയുന്നത്, നിങ്ങൾ പ്രസ് ഓൺ ചെയ്യുമ്പോൾ, മുന്നോട്ടായുമ്പോൾ ആരെ നോക്കണം? സ്തോത്രം. നമുക്ക് പറ്റുന്നൊരു പറ്റ് ഞാനിവിടെ പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചില വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഫെമിലിയാരിറ്റി വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? കർത്താവിനെയും വേണ്ട, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാമെന്ന് എന്ത് ചെയ്യും? തോന്നും. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോയാൽ അത് ഡേഞ്ചറാണ്. അത് ഡേഞ്ചറാണ്. കാരണം നമുക്ക് സ്വതവേ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല.
ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം. ഓരോ ദിവസം നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവമേ നിലനിൽപ്പാനുള്ള എന്ത് ചെയ്യണം? ആരെ യഥാർത്ഥ വിശ്വാസി? എബ്രായ ലേഖന്റെ ഭാഷയിൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവസാനത്തോളം മുറുകെ പിടിക്കുന്നവൻ. എന്താ? ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ അവസാനത്തോളം നിലനിൽക്കുന്നവനാണ് ആരെന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസി ആരാ? വിശ്വാസി എന്ന് പറയുന്നത് അവസാനത്തോളം എന്ത് ചെയ്യുന്നവനാ? ആ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൊണ്ടും നടക്കയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് പീഡനം നിങ്ങൾക്കുണ്ടെന്നേ, പ്രതികൂലം നിങ്ങൾക്കുണ്ട്. എബ്രായ വിശ്വാസികളോട് പറയാ, കഷ്ടത നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ ഇന്ന് നിങ്ങളുള്ളവർ നാളെ കാണുന്നില്ല. ഇതൊക്കെ സത്യമാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിൽക്കുന്നവൻ നിന്നോണം ദൈവസന്നിധിയിൽ, ശേഷിക്കവൻ നിന്നോണം ദൈവസന്നിധിയിൽ. കാരണം എന്തെന്നറിയാമോ? നമ്മെ വിളിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയാ, ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാ. അതേ സമയത്ത് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ദൈവവചനത്തിൽ. നാം നിൽക്കുന്നുവെങ്കിൽ, തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ അത് ഹൃദയത്തിൽ അത് എഴുതിക്കോണം. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ലെന്ന് പറഞ്ഞതിനർത്ഥം. സ്തോത്രം. നമ്മളൊക്കെ ഏതാണ്ടൊക്കെ ആണെന്നൊരു ഭാവം നമുക്കുണ്ട് എങ്കിൽ ഇന്ന് രാത്രി മാറ്റിക്കോണം. നാളെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. എന്തിനാ നാളെ എന്ന് പറഞ്ഞ? അടുത്ത നിമിഷം ഞാൻ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. കാരണം എന്തെന്നറിയാമോ? ഹി ഈസ് ദ പെർഫെക്റ്റർ, ഹി ഈസ് ദ ഓതർ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിലനിൽക്കാനുള്ള കൃപ തരണം. ആ ലേഖകന്റെ കോൺഫിഡൻസ് പോലെ ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ ആ പൂർത്തീകരണത്തിലേക്ക് എത്തും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? സ്തോത്രം എന്ന് പറയാമോ? ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ ആ പൂർത്തീകരണത്തിലേക്ക് എത്തും. അതിന് ദൈവം എന്നെ സഹായിക്കും. ഒന്ന് ആത്മാവിൽ പറയാമോ? ദൈവം അതിനെന്നെ സഹായിക്കും. ഈ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവം എന്നെ സഹായിക്കും. ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകരും. ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ഭാഗം ഞാൻ വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. ഇതാരോടാ പറയുന്നത് അറിയാം? വെളിയിലുള്ള ആൾക്കാരോടല്ല ഈ പറയുന്നത്. അടുത്ത വാക്യം നിങ്ങൾ നോക്കണം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് വിവരിക്കുന്നില്ല. വിവരിക്കാൻ പോയാൽ ഇന്നല്ല നാളെ ഒന്നാലും തീരത്തില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. അവിടെ നോക്കണം, ഇത് ആരോടാ പറയുന്നത് അറിയാമോ? ഒന്ന്, ഒരിക്കൽ എന്ത് ലഭിച്ചവരാ? പ്രകാശനം. രണ്ടാമത്തെ കാര്യം സ്വർഗീയ ദാനം. ഈ ആസ്വദിച്ചവൻ അവിടെ ഉപയോഗിച്ച ടേസ്റ്റഡ് എന്നാ നമ്മൾ ഓർക്കുന്നുണ്ടോ? അപ്പുറത്തെ കർത്താവിന്റെ മരണത്തെ കുറിച്ചാണ്. ഹി ടേസ്റ്റഡ് ഡെത്ത്. അവൻ മരണം എന്ത് ചെയ്തു? അതേ പദം ഇവിടെ ഉപയോഗിച്ചിട്ട് പറയുക, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ. മൂന്നാമത്തെ കാര്യം പറയുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അതിന്റെ യഥാർത്ഥ മൂലഭാഷ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഓഹരിക്കാരായവർ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടെ നല്ല സ്ട്രോങ് പദമാ പരിശുദ്ധാത്മാവിന്റെ ഓഹരിക. എന്നിട്ട് പറയുക, ഇവരൊക്കെ ചെയ്തവരാണ്. പറഞ്ഞിട്ട് പറയുക, പിന്മാറിപ്പോയാൽ രക്ഷയില്ല. അപ്പൊ ഇത് ആരോടായി പറയുന്നത്? സ്തോത്രം. എനിക്കറിയത്തില്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി വന്നു. 38 വർഷമായിട്ട് ആരെ സേവിക്കുന്നവരാ?
കർത്താവായ യേശു ക്രിസ്തുവിനെ 38 വർഷമായിട്ട് എന്ത് ചെയ്യുന്നവരാ? ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലാണ് ലവോദിക്ക സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുമ്പോൾ പറയുന്നൊരു, ഞാൻ വാതിക്കൽ നിന്ന്, അടുത്ത പദം എങ്ങനെ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. നാട്ടിൽ, കേരളത്തിൽ ഈ വാക്യം ഉപയോഗിക്കുന്ന പരസ്യയോഗത്തിനാണ്. നമ്മുടെ വിചാരം മൊത്തം ഇത് വെളിയിലുള്ളവനോടാ, ഞാൻ എവിടെ നിന്ന് വിട്ടുക. പക്ഷെ ഇത് ആരോടാ പറയുന്ന അറിയോ? ആരോടാ? ലവോദിക്ക സഭയോട് പറയുക, ഞാൻ എന്ത് ചെയ്യുക? വാതിക്ക നിന്ന്. ഈ ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്തറിയാമോ? ലവോദിക്ക സഭയെ കുറിച്ച് പറഞ്ഞ 2 പദം ഞാൻ പറയാം. ഒന്ന്, എഫേസ്യ ലേഖനം നന്നായി വായിച്ച് പഠിച്ച ഒരു സഭ ഏതെന്ന് പറയുന്നത്. രണ്ടാമത്തത്, കൊലോസ്യ ലേഖനവും നന്നായി വായിച്ച് പഠിച്ച ഒരു സഭയാ. ഏത്? എന്താ ഈ 2 ലേഖനത്തിന്റെ പ്രത്യേകത? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ദൈവജനത്തെ കുറിച്ച് പറയാ, അവർ ക്രിസ്തുവിൽ സമ്പൂർണരാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും സമ്പൂർണത ആരിലുണ്ട്? പറയുന്ന ചില പദങ്ങളുണ്ട്. ദൂതന്മാരുള്ള ആരാധന, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, തത്വജ്ഞാനം, ഇതൊന്നും അല്ല നിങ്ങളെ സമ്പൂർണരാക്കുന്നത്. നിങ്ങളെ സമ്പൂർണരാക്കുന്നത് എന്താ? കർത്താവായ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള സഫിഷ്യൻസി എന്താന്ന് നന്നായി അറിയുന്ന സഭ ഏത്? ദൈവമക്കൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. രണ്ടാമത്തത്, എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകത എന്താ? പൗലോസ് പറയുന്നത്, ഞാനൊരു മർമ്മം എന്ത് ചെയ്യുക? പൗലോസ് ഉപയോഗിക്കുന്ന പദമാ മർമ്മം. മർമ്മം, മർമ്മം. എന്താ ഈ മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം? പണ്ട് മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ കാര്യത്തെ കുറിച്ച് പറയുക. എന്ത് മർമ്മം? അത് ഏതാ മർമ്മം? സഭയെന്ന. അപ്പൊ 2 കാര്യത്തെ കുറിച്ച് അറിയാൻ സഭ ഏത്? ഒന്ന്, സഭ എന്താണെന്ന് കൃത്യമായി അറിയാൻ സഭയാ ഏത്? സ്തോത്രം. രണ്ടാമത്തെ കാര്യം പറയാ, ക്രിസ്തുവിലുള്ള സമ്പൂർണത എന്തെന്ന് തിട്ടമായി അറിയാൻ സഭയാ ഏത്? എന്റെ ദൈവദാസന്മാരെ, ഈ സഭയോടെ ദൈവാത്മ പറയാ, ഞാൻ എവിടെ നിൽക്കുക? ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചേ, ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? ആരാധന നടക്കുന്നുണ്ട്, പാട്ട് നടക്കുന്നുണ്ടെന്നേ, യേശു ക്രിസ്തുവിലുള്ള പ്രസംഗം ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് എവിടെ നിൽക്കുക? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അവിടെ നിന്നൊരു കാര്യം ദൈവജനത്തിൽ പറയാം. ചടങ്ങിന്റെ ആരാധന ആരാധിക്കാനല്ല ഇത് മാർഗത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അഭിനയിക്കാനല്ല ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. ഈ ഭാഗത്തിന് പറയുന്നുണ്ട്, പരമാർത്ഥ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ ഹിപ്പോക്രൈറ്റ് ആകരുത്. കപടഭക്തി നമ്മുടെ ജീവിതത്തിൽ വരരുത്. ലവോദിക്ക സഭയോട് കർത്താവ് പറയാം, ഞാൻ എവിടെ നിൽക്കുക? നിങ്ങൾ കർത്താവിന്റെ, ഞാൻ ആ ഹൃദയം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നി, കർത്താവിന്റെ ഹൃദയം നോക്കണം. ഞാൻ വാതിക്ക നിന്ന് എന്ത് ചെയ്യുക? ആരെങ്കിലും, ഞാൻ എന്നെ പറയാ, ഒരാളെങ്കിലും, ഒറ്റ ഒരാളെങ്കിലും വാതിൽ തുറന്നാൽ, അത്താഴം എന്ന വാക്കും കൊണ്ട് അവിടെ ഞാൻ വിവരിക്കുന്നില്ല, കർത്താവ് പറയുക, ഞാൻ അവനുമായിട്ടൊരു കൂട്ടായ ബന്ധത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്താ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത്? ഇതിനകത്ത് യേശുവിനെ വിളിക്കുന്നുണ്ട്, ഇതിനകത്ത് പാട്ടുണ്ട്, യേശുവിന്റെ നാമത്തിൽ സകലവും നടക്കുന്നുണ്ട്. പക്ഷെ ദൈവമായിട്ട് എന്തില്ല? എബ്രായ ലേഖനം തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ വായിച്ചൊരു വാക്യം നിങ്ങൾ ഓർമ്മയുണ്ട്. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് നാം ജീവരക്ഷ പ്രാപിക്കണമെങ്കിൽ, എബ്രായ വിശ്വാസികളോട് പറയുന്ന അതേ വാചകം ഇന്ന് രാത്രി അവസാനത്തെ ദിവസം ബൈബിൾ ക്ലാസ് ഞാൻ ദൈവജനത്തോട് ഒന്നും കൂടെ ഓർപ്പിക്കാം. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം മടങ്ങി വന്നേ മതിയാകൂ.
ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ളൊരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം എന്തെന്നറിയാമോ? നമുക്കിതൊക്കെ ഒരു പ്രസ്ഥാനമായി മാറുമ്പോൾ പലപ്പോഴും അനുഭവമില്ലാതായി മാറുകയാണ്. നമുക്കിതൊക്കെ ചടങ്ങായി മാറുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ഇന്ന് രാത്രി കുവൈറ്റിലുള്ള ദൈവസഭ എബ്രായ ലേഖനത്തിന്റെ ക്ലാസ്സുകൾ ഇന്ന് രാത്രി അവസാനിക്കുന്ന സമയത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുമോ? കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിനായി എന്നെ വിധേയപ്പെടുത്തു എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർ തൻ്റെ ഇടത്തോടെ ഉണ്ട് ദൈവസന്നിധിയിൽ? ഞാൻ വാതിക്കൽ നിന്ന് എന്ത് ചെയ്യുക? ഇതേ അർത്ഥത്തിൽ ഇവിടെ നോക്കിയ ലേഖൻ പറയുക, പരിശുദ്ധാത്മാവിന്റെ ഓഹരിക്കാരാ, ദൈവത്തിന്റെ ദാനത്തെ പ്രാപിച്ചവരാ, ഇതൊക്കെ ഉണ്ടതാ. പക്ഷെ പരിജ്ഞാനപൂർത്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് നിത്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ഹൃദയം തുറന്ന മനസ്സോടെ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുക, നമ്മൾ നഷ്ടപ്പെടരുത്. നമ്മൾ ആരും നഷ്ടപ്പെടരുത്. ആ നിത്യം നമുക്ക് നഷ്ടപ്പെടരുത്. ഒന്നാമത്തെ ദിവസം വായിച്ചു, നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. അതുകൊണ്ട് ലേഖൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വളർച്ച മുരടിച്ചു പോകരുത്. നമ്മുടെ വളർച്ച മുരടിച്ചു പോകരുത്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ദൈവത്തിനെ ഒന്ന് ശോധന ചെയ്തിട്ടേ പോകാവുള്ളൂ. കർത്താവേ, ഞാൻ എൻ്റെ ലൈഫിനെ ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ വളർച്ചയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ദൈവസന്നിധി നിലവിളിക്കേണ്ട സമയമായി. ഞാൻ വേഗത്തിൽ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഈ രാത്രിയിൽ ചിന്ത അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. അടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. ഞാനതിനെ മുന്നറിയിപ്പായിട്ട് എടുക്കുന്നില്ല. ഞാൻ ആ ഭാഗത്തെ ഒന്ന് വേഗത്തുനിന്ന് മനസ്സിലാക്കുവാൻ ദൈവനാമത്തെ ശരണപ്പെടുക. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 2 മുന്നറിയിപ്പുകളുണ്ട്. ഒന്ന്, മനഃപൂർവ്വം പാപം ചെയ്യരുത്. അതാണ് 5-ാമത്തെ മുന്നറിയിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 6-ാമത്തെ മുന്നറിയിപ്പാണ് 10-ാം അധ്യായത്തിൽ തന്നെ കാണുന്നത്, നാശത്തിലേക്ക് പിന്മാറരുത്. 5-ാമത്തെ മുന്നറിയിപ്പ് മനഃപൂർവ്വം പാപം ചെയ്യരുത്. അത് 10-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണെങ്കിൽ, നാശത്തിലേക്ക് പിന്മാറരുത് എന്ന് പറയുന്നത് 10-ാം അധ്യായം അതിൻ്റെ 32 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ വേഗത്തിലൊന്ന് ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ 8, 9, 10 ഈ 3 അധ്യായങ്ങളെ ഒറ്റ ബ്ലോക്കായിട്ടാണ് പഠിക്കേണ്ടത്. ഒറ്റ ബ്ലോക്ക്, ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ്. നമുക്കറിയാം, ദൈവവചനം എഴുതിയ സമയങ്ങളിൽ ആദ്യം ചാപ്റ്റർ വൈസായിട്ടോ വേഴ്സ് വൈസോ ഒന്നും ആയിട്ടോ അല്ല എഴുതി. പിന്നീട് അത് പഠന സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്താ അങ്ങനെ ചെയ്തു. അപ്പോൾ 8, 9, 10 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ ബ്ലോക്കാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ജീസസ് ഈസ് ദ ബെറ്റർ കവനന്റ്. യേശുവാണ് ശ്രേഷ്ഠമായ ഉടമ്പടി. ബെറ്റർ കവനന്റ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക്, അവസാനത്തിലെ ഭാഗങ്ങളിലേക്കൊന്ന് കടന്നു വന്ന് ദൈവനാമത്തിൽ ആ ഭാഗം ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ആ 5-ാമത്തെ നോക്കി നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 26 മുതലുള്ള വാക്യങ്ങളാണ്. 26 മുതൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം എന്ത് ചെയ്യുന്നില്ല, ശേഷിക്കുന്നില്ല എന്നാണ് നമുക്കവിടെ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അപ്പോസ്റ്റസിയ. എന്താണ് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്? വിശ്വാസത്യാഗം. അപ്പം വിശ്വാസത്യാഗത്തെ ഓർപ്പിച്ചുകൊണ്ട് ലേഖൻ പറയുകയാണ്, നിങ്ങൾ മനഃപൂർവ്വം എന്ത് ചെയ്യരുത്, പാപം എന്ത് ചെയ്യരുത്. ഈ മനഃപൂർവ്വം പാപം ചെയ്യരുത് എന്ന് താൻ പറയുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളെ നോക്കിയാൽ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് താൻ പറഞ്ഞു വരുന്നത്, ലേഖൻ അവിടെ പറഞ്ഞു വരുന്നത്. അവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യം, പഴയ നിയമത്തിലെ യാഗങ്ങൾ, പഴയ നിയമത്തിലെ സമാഗമന കൂടാരം, ഇതിനെയൊക്കെ ഓർപ്പിച്ചെടുത്തുകൊണ്ട് ഒരു പ്രാക്ടിക്കലായ എക്സോട്ടേഷനാണ് അവിടെ ലേഖകൻ നൽകുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. 19-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനാണ്, നോക്കി. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീല എന്ത് ചെയ്തു? അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് കൊണ്ട് എന്നുള്ളതാണ്.
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠതയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. മറ്റ് രക്തത്തെക്കാട്ടിലും ആരുടെ രക്തം ശ്രേഷ്ഠമാണ്? യേശുവിൻ്റെ രക്തം ശ്രേഷ്ഠമാണ് എന്നാണ് ലേഖനോടെ പറയുന്നത്. അവിടെ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് 21-19 വാക്യം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ, ദേഹം എന്ന തിരശീല നമുക്ക് പ്രതിഷ്ഠയുള്ള ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങും. അപ്പോൾ നോക്കണമേ, 19 വാക്യം മുതൽ താൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: നമുക്ക് വേണ്ടി ഒരു ദേഹമെന്ന തിരശീല എന്ത് ചെയ്തു? കീറപ്പെട്ടു. ഇവിടെ ലേഖകൻ പറഞ്ഞു വരുന്നത് ആലയത്തെക്കുറിച്ച്, സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തതാണ് കോർട്ട്യാർഡ് അല്ലെങ്കിൽ പ്രാകാരം, രണ്ടാമത്തെ സ്ഥലമാണ് വിശുദ്ധലം, മൂന്നാമത്തെ സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈ അതിപരിശുദ്ധ സ്ഥലത്താണ് എന്തുള്ളത്? ദൈവത്തിൻ്റെ ഷക്കീന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് എന്ത് ചെയ്യുന്നത്? ഇറങ്ങുന്നത്. അവിടേക്ക് നമുക്കറിയാം, മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്തുള്ളൂ? പ്രവേശനമുള്ളൂ. ഇവിടെ കർത്താവ് ഈ ലേഖനോട് ഓർപ്പിക്കുകയാണ്, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് ആ തിരശീല എന്ത് ചെയ്തു? ഏത് തിരശീല? വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള തിരശീല എന്ത് ചെയ്തു? ആ തിരശീല കീറാൻ വേണ്ടി സംഭവിച്ചൊരു കാര്യമുണ്ട്. കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന, അപ്പോൾ നമ്മെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി യേശു ചെയ്തത് എന്താണെന്ന് അറിയാമോ? തൻ്റെ ദേഹമെന്ന തിരശീല എന്ത് ചെയ്തു? ദൈവമക്കളെ, ദേഹമെന്ന തിരശീലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രൂശിനെ പറ്റിയൊക്കെ പറയേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അനുഭവിച്ച പീഡനം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത, ചരിത്രകാരന്മാർ പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. ഒരു ചരിത്രകാരൻ എഴുതിയൊരു കാര്യമുണ്ട്, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തലയിലേക്ക് മുള്ള് അടിച്ചിറക്കിയപ്പോൾ അവിടെ നമ്മൾ കാണുന്ന യേശുവിൻ്റെ കണ്ണ് പുറത്ത് ചാടി തൂങ്ങിക്കടന്നു എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ എവിടേക്ക് എത്തിക്കാൻ വേണ്ടി? വിശുദ്ധ മന്ദിരത്തിലേക്ക്. യേശുക്രിസ്തുവിനെ ലഭിച്ച അടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചുമ്മാ ചാട്ടുവാറം കൊണ്ട് അടിക്കുന്ന അടിയൊന്നുമല്ല. യേശുക്രിസ്തുവിനെ അടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് കുനിഞ്ഞിങ്ങനെ കിടത്തി, ഇങ്ങനെ കടത്തിയിട്ട് 2 പടയാളികൾ 2 സൈഡിൽ നിൽക്കുക. അവരുടെ ഇരിക്കുന്ന ഈ വാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അറ്റത്ത് മുൾക്കമ്പികളുണ്ട്, അതോടെ തന്നെ എല്ലും കഷ്ണങ്ങൾ ചേർത്തിരിക്കുക. ഒരു പടയാളി ഒരു സ്ഥലത്ത് നിന്ന് അടിക്കുമ്പോൾ ആ മുള്ളൊക്കെ എന്ത് ചെയ്യുക? യേശുവിൻ്റെ ശരീരത്തിലിടുക. അവരുടെ എടുക്കുകയില്ല. മറ്റേ പടയാളി ഒരുമിച്ച് ചേർന്ന് അടിക്കുമ്പോൾ ഇപ്പർ സൈഡിൽ എന്ത് ചെയ്യുക? അപ്പോൾ 2 പടയാളികളും അടിച്ചു കഴിയുമ്പോൾ അതിനെ അടിപ്പിക്കുന്ന വ്യക്തി എടുക്കാൻ പറയുമ്പോൾ അവർ വലിച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്നത് യേശുവിൻ്റെ ശരീരം, അവൻ്റെ മാംസങ്ങൾ ഇളകിപ്പോയി. അതുകൊണ്ടാണ് നാം ദൈവത്തിന് അവൻ്റെ മുതുക അവരെന്ത് ചെയ്തു? ഉഴവ് ചാല് പോലെ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്തോത്രം. ഒരു ചെറിയ മൊട്ടുസൂചി നമ്മുടെ കാലയിലോ കയ്യേലോ കൊണ്ട് എന്തുമാത്രം വേദനയാ. എന്നാൽ ഇന്ന് രാത്രി ഓർക്കുക, നിത്യതയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പങ്കപ്പാടുകളെ ഓർത്താൽ ഇന്ന് രാത്രി എൻ്റെ ദൈവമേ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസാന്തരത്തിലേക്ക് വന്നേ മതിയാകുകയുള്ളൂ. നിത്യതയെ നമ്മെ എത്തിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തെ ഓർത്താൽ പഴയ നിയമത്തിൽ ഒരു നിബന്ധനയുണ്ട്. യാഗം എങ്ങനെയുള്ളതായിരിക്കണം? ഊനമുള്ള യാഗത്തെ ആര് പ്രസാദിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ അടിച്ച് ആളറിയാൻ കഴിയാത്ത രീതിയിലാക്കിയ സമയത്ത് അങ്ങനെയെങ്കിലും ഇവന്മാര് വെറുതെ വിടുമെന്ന പീലാത്തോസ് എന്ത് ചെയ്തത്? പക്ഷെ വിട്ടില്ല. കുരിശ് ചുമന്നുകൊണ്ട് എവിടം വരെ നടന്നു? ഈ കുരിശെന്ന് പറയും നമ്മൾ ഇന്ന് കാണുന്ന കുരിശല്ല. ഈ മുതുകില അല്ലെങ്കിൽ ഈ ഷോൾഡറിൽ എന്ത് ചെയ്യുന്നത്? കുരിശ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ചരിത്രകാരന്മാർ പറയുന്ന ഏകദേശം 60 മുതൽ 70 കിലോ വരെ ഭാരമുണ്ട്. ഇത്രയും അടികിട്ടി ക്ഷീണിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാന്നറിയാമോ? ഈ കുരിശുമായിട്ട് എവിടെ പോകുക? ദൈവത്തിന് വീണും എഴുന്നേറ്റും അവൻ എവിടം വരെ കടന്നുപോയി? ഗോൽഗോത്ത വരെ പോയി. ഞാൻ അവിടെ ചോദിക്കുന്ന ഒരു ഈ മനുഷ്യന് ഈ ഷോൾഡറിൽ ഇത്രയും ഭാരം വെച്ച് വീഴുമ്പോൾ ആദ്യം ചെന്നിടിക്കുന്ന അവൻ്റെ
മൂക്ക, മുഖമാ. ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ വീഴ്ചയിൽ കർത്താവിൻ്റെ മൂക്കിൻ്റെ പാലം പോലും തകരാതിരുന്നത് എൻ്റെ പേര് ദൈവം ഓർത്തിട്ട. നമ്മുടെ ഓരോരുത്തരുടെയും പേര് അവന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാ. കാരണം അന്ന് അവൻ തകർന്നു പോയായിരുന്നെങ്കിൽ നമുക്ക് ഈ രക്ഷ വരികയില്ലായിരുന്നു. എന്റെ പൊന്നു ദൈവമക്കളെ, ഇതോർത്താ പോരെ ദൈവസന്നിധി സ്തോത്രം പറയാൻ, ഇതോർത്താ പോരെ ദൈവസന്നിധി നിലവിളിക്കാൻ. ഇതിനപ്പുറത്ത് എന്ത് ഭാഗ്യമാ നമുക്ക് വേണ്ടത്? ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കീറി. എന്നിട്ട് അവിടെ ലേഖകൻ പറയുന്നു, നോക്കണമേ, എങ്ങനെ ഇപ്പം പ്രവേശിക്കുന്നത് അറിയാമോ വിശുദ്ധ മന്ദിരത്തിലേക്ക്? ധൈര്യവും ദൈവാലയത്തിലുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പം പ്രവേശിക്കുന്നത്? ധൈര്യത്തോടെ എന്ത് ചെയ്യുക? എന്തുകൊണ്ടാണ് ലേഖൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? മഹാപുരോഹിതൻ അകത്തോട്ട് കയറുമ്പോൾ അവന്റെ എന്ത് ചെയ്യുക? ഒരു ചങ്ങല എന്ത് ചെയ്യും? ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഈ മനുഷ്യനകത്ത് കയറി മരിച്ചാൽ ഇവനെ എടുക്കാൻ പോലും ആർക്കും കയറാൻ അവകാശം. നിങ്ങൾ ആ മനുഷ്യന്റെ അവന്റെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതും കൊണ്ട് എങ്ങോട്ട് കയറുക? ഒരു ഗ്യാരണ്ടി ഇല്ല. എന്ത് ചെയ്യുമെന്ന്? എവിടോട്ടാ കയറുന്നത്? ദൈവസന്നിധിയിലേക്കാ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയമാണ്, ഞാൻ മറ്റുള്ള ഈ ഒരു അവസ്ഥയിൽ ഒരു പുരോഹിതനാകാൻ ചോദിക്കും ഞാൻ എന്ത് ചെയ്യത്തില്ല. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങോട്ട് കയറുമ്പോൾ വീഴുമെന്നൊന്നും എന്തില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. പേടിച്ച് എവിടോട്ട് കയറുന്നത്? പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറിപ്പോൾ സംഭവിച്ചാലെന്നറിയാമോ? പേടി കൂടാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാമെന്നാ പറഞ്ഞതിനർത്ഥം. ഏത് സമയത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നതാ പറഞ്ഞതിനർത്ഥം. ഇന്ന് രാത്രി ഭയം കൂടാതെ ദൈവസന്നിധി ആയിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിനാ ദൈവത്തിന് നന്ദി പറയേണ്ടത്. പേടി കൂടാതെ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. കാരണം ആ വിശുദ്ധ മന്ദിരം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. കാരണം ഒറ്റ ഒരാളിലൂടെ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. 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 നിങ്ങൾ ഈ വെളിയിൽ നിൽക്കുന്ന വിശ്വാസികളുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മനോഭാവം കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞങ്ങളുടെ പുരോഹിതൻ പോയിട്ട് വരുമോ ഇല്ലെന്ന് ആര് പേടിച്ച് നിൽക്കുക? ഇദ്ദേഹം പോയിട്ട് ഇറങ്ങി വന്നിട്ട് പറയണം ദൈവം എന്ത് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടി? എന്നാൽ ഇന്ന് നമ്മുടെ അനുഗ്രഹം നോക്കിക്കേ. എന്റെ അപ്പാന്ന് വിളിക്കുന്നിടത്ത് ഇറങ്ങുന്നില്ലേ? എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നില്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ അത് അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ശബരഗലഗ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ദൈവമക്കളോട് ചോദിച്ചിട്ടെ, ഈ ലേഖനം അവസാനിപ്പിക്കുന്ന ഈ ക്ലാസ് അവസാനിക്കും, ഞാൻ ഹൃദയം തുറന്ന് വീണ്ടും ചോദിച്ചോട്ടെ, ഇതിൽ കൂടുതൽ എന്താ ഭാഗ്യം നമുക്ക് വേണ്ടത്? നിങ്ങൾക്കറിയോന്നറിയത്തില്ല, ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ചെയ്തത് മറ്റൊരു മതത്തെക്കുറിച്ചാണ്.
ഹിന്ദുയിസം എന്നൊരു മതത്തെക്കുറിച്ച്, ഹൈന്ദവ മതത്തെക്കുറിച്ച് എൻ്റെ സ്റ്റഡീസൊക്കെ, ഞാൻ ഈ മതങ്ങളൊക്കെ പഠിച്ച സമയങ്ങളിൽ എനിക്ക് മറിഞ്ഞൊരു കാര്യമുണ്ട്. മറ്റു മതങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത് പേടി കൊണ്ടാണ്. പക്ഷെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? പേടി കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്, സ്നേഹം കൊണ്ടാ. അതാ യുണീക്നെസ്. ഇത് പേടി കൊണ്ടല്ല യേശുവിനെ ആരാധിക്കുന്നത്, മറിച്ച് ദൈവം കാണിച്ച സ്നേഹമോ. എന്റെ പൊന്നു ദൈവമക്കളെ, ഈ സ്നേഹം ദൈവം കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസ്തരാകാതിരിക്കും ദൈവസന്നിധി? നമ്മളെങ്ങനെ വാതുറക്കാ ദൈവസന്നിധി ഇരിക്കുന്നത്? നമ്മളെങ്ങനെ ആബ്സെന്റ് മൈൻഡിൽ ദൈവസന്നിധി ഇരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, ആഴത്തിൽ യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവിക്കണം, ഈ വെളിപ്പാട് അകത്ത് കയറണം. നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടം സഹിച്ച ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയാണ് വലുത്. അന്ന് ദൈവമക്കളെ, ഇത്രയും കഷ്ടം സഹിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങളാണ് വലുത്. നമ്മുടെ പ്രയാസങ്ങൾ നമുക്കാ വലുത്. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, അവനോട് കഴിയാത്ത ഒരു കാര്യമില്ല. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നു, ദൈവത്താൽ സാധ്യമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിക്കാൻ തുടങ്ങണം. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ധൈര്യത്തോടെ എവിടെ ചെല്ലാം, ഏത് സമയത്തും എന്ത് ചെയ്യാം, ആരുടെയും വക്കാലത്തും വേണ്ട, ഒന്നും വേണ്ട, വിളിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഇനി അടുത്ത കാര്യങ്ങൾ കേട്ടണം. അപ്പൊ ഇങ്ങനൊരു ദൈവം നമുക്കുള്ളത് കൊണ്ട് അടുത്ത കാര്യം പറയുക, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് എങ്ങനെ ചെല്ലണം? തിരശ്ശീലൊക്കെ മാറ്റി തന്നു, ധൈര്യത്തോടെ കൃപാസനത്തിലൂടെ ചെല്ലാം. പക്ഷെ വ്യവസ്ഥയുണ്ട്, അതിന് ഒരു മാറ്റവും ഇല്ല. വ്യവസ്ഥ എന്താണെന്നറിയാമോ? പൂർണ്ണ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ എവിടെ ചെല്ലണം? ഞാൻ ഈ പരമാർത്ഥ ഹൃദയം എന്ന വാക്കിനെ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 3 അർത്ഥങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വിത്തൗട്ട് സൂപ്പർഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഉപരി വിപ്ലവം ഇല്ലാതെ. നിങ്ങളെ വാക്ക് കേട്ടോ, ഉപരി വിപ്ലവം. ഇന്ന് ആത്മീയത്തിന് എന്നാ പറ്റിയത്? ഇന്ന് ആത്മീയത്തിന് എന്നാ പറ്റിയത്? അകം കൊണ്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ പുറമെ എന്ത് കാണിക്കും? സ്തോത്രം. സത്യം പറഞ്ഞ് നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്ത എന്നാന്നറിയോ? നമ്മൾ പഴയ അനുഭവിച്ചിട്ടില്ല. ഇസ്രായേൽ മക്കളെ കൊണ്ട് അവരെന്താ, അവര് പേടിച്ച് പറഞ്ഞാ നിൽക്കുന്നത്, പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കുന്നത്. നിന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ശിക്ഷാവിധി. എന്ത് ചെയ്യും? കൃപായുഗമായോണ്ട് ദൈവം ഇതൊക്കെ എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം ശിക്ഷാവിധി ഉണ്ട് ഇല്ലെന്നൊന്നുമല്ല. അപ്പൊ ഒന്ന് ഉപരി വിപ്ലവം, രണ്ടാമത്തെ അതിന്റെ അർത്ഥമാണ് ഹിപ്പോക്രസി അല്ലെങ്കിൽ കപടഭക്തി. കപടഭക്തി. പരീക്ഷനെ കുറിച്ച് അവരുടെ പ്രത്യേകത എന്നാ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, 5 കാര്യം കൂടെ പറഞ്ഞതാ. യഹൂദന്മാരുടെ ഇടയിൽ അവർ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുണ്ടെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ?
പക്ഷെ ഇവരെ കർത്താവ് എന്താ വിളിക്കുന്നത്? കപടഭക്തിക്കാരെ. കഷ്ടം. 23 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാര്യമുണ്ട്. കപടഭക്തിക്കാരെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താ വെള്ള തേച്ച? എന്താ ഇതിന്റെ പ്രത്യേകത? പുറമേ നല്ല വൈറ്റാ, എന്തൊരു ക്ലീനാന്നറിയാമോ? പക്ഷെ ആകമോ പൊയ്യോ ഇതുപോലെ നാറ്റം വെച്ച. ഇങ്ങനെയുള്ള ആത്മീയനെ ദൈവത്തിന് വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ആത്മീയം അകത്തുനിന്നാകണം. മനസ്സിലായില്ലേ? പുറത്തൊരു സ്വഭാവവും അകത്ത്. നിങ്ങളോട് ദേഷ്യം തോന്നരുതേ. ഷായിച്ചാനോട് എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് എന്ത് ചെയ്യുക? കാണുമ്പോ എന്തൊരു അങ്ങോട്ട് മാറി നിന്നാലോ? മാറണം ദൈവമക്കളെ, മാറിയേ പറ്റൂ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തീർക്കുന്നേ. അത് പറഞ്ഞു തീർന്നിട്ട് ആരാധിച്ചു നോക്കിക്കേ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇത് നമുക്ക് പുറമേ ഒരു സ്വഭാവം, അകമേ നിങ്ങൾ അങ്ങനെ എന്നല്ലേ പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മുടെ കാര്യത്തിലാണ് പറഞ്ഞു, പൊതുവുള്ള കാര്യമാണ് പറഞ്ഞത്. കപടഭക്തി മാറ്റണോന്നേ. എന്റെ സഹോദരനോട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നീ എന്ത് ചെയ്യണം? അവന് നിനക്ക് എന്ത് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? ഞാനല്ല തോന്നണം, അവന് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയ നീ അങ്ങോട്ട് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഇത് എത്ര ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? കാണുമ്പം സ്തോത്രം. നമ്മുടെ കപടഭക്തി മാറണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇതിന് ഈ പരമാർത്ഥ ഹൃദയത്തിന് മറ്റൊരു അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗൂഢമായ ഉദ്ദേശം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കാൻ ഇപ്പൊ ഇന്റർനെറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ അടിച്ചു നോക്കണം, എന്നെ അർത്ഥം കിട്ടും. നല്ല ഒന്നാന്തരം അർത്ഥം കിട്ടും. ഞാൻ ഈ പറയുന്ന വെറുതെ ആണെന്ന് നിങ്ങൾക്കറിയാം. ഗൂഢമായ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശരിയായ ഉദ്ദേശം അല്ല. നേരെ വാ നേരെ പോന്നുള്ള ഉദ്ദേശം അല്ല. പുറമേ കുഞ്ഞാടാ, പക്ഷെ അകത്ത് ആരുടെ സ്വഭാവ? നിങ്ങൾ എന്നോട് ദേഷ്യവും വിഷം ഒന്നും തോന്നരുത് കേട്ടോ. കർത്താവ് പറയുക, എങ്ങനെ ചെല്ലണം? എങ്ങനെ ചെല്ലേണ്ടത്? പരമാർത്ഥ ഹൃദയത്തോടെ ചെല്ലണം. പരമാർത്ഥ ഹൃദയത്തോട് ചെല്ലുന്നവർക്കാണ് ദൈവത്തിന്റെ പ്രസാദവശം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ അല്ലല്ലോ, ലേഖനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുകയല്ലേ. നമുക്കിപ്പം ധൈര്യത്തോടെ എവിടെ ചെല്ലാം? കൃപാസനത്തിൽ ചെല്ലാം. പക്ഷെ ചെല്ലുമ്പോൾ പരമാർത്ഥതയോടെ ചെല്ലണം. പരമാർത്ഥതയോടെ ദൈവസന്നിധി ചെന്ന ഒരുത്തനെ പോലും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ദൈവമക്കളെ, അവനെ അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത് പരമാർത്ഥ ഹൃദയം എനിക്ക് ഉണ്ടാകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാ നമ്മുടെ അവകാശം. അതാ നമ്മുടെ അവകാശം. നിഗൂഢമായ ലക്ഷ്യത്തോടല്ല നമ്മൾ ഒന്നിനെ സമീപിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ പെന്തക്കോസ്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നുപോയത്. പ്രവൃത്തി നിന്നുപോയെന്ന് മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണുന്ന പോലെ പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്തെ പ്രവൃത്തികളൊന്നും ഇന്ന് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഹൃദയപരമാർത്ഥം ഇല്ലാതായി മാറി. ഹൃദയപരമാർത്ഥം ഇല്ലാതായി മാറി. ദൈവമക്കളെ, കർത്താവ് നമുക്ക് പരമാർത്ഥ ഹൃദയത്തോടല്ലേ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത്? അല്ലേ? 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 ഒന്ന് ചോദിച്ചു ചോദിക്കുക. അല്ലേ? അങ്ങനെയെങ്കിൽ അവന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ പരമാർത്ഥത ഇല്ലാതെ മാറുന്നത്? അതുകൊണ്ട് ലേഖകൻ പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? പരമാർത്ഥതയോടെ എന്ത് ചെയ്യണം? പ്രത്യാശയുടെ സ്വീകാരം എന്ത് ചെയ്യണം? വാഗ്ദത്തം ചെയ്തവൻ എന്താ? വിശ്വസ്തന.
സഭായോഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. എന്നിട്ട് എന്താ ചെയ്യണം? തമ്മിൽ എന്ത് ചെയ്യണം? അപ്പൊ തമ്മിൽ എന്ത് ചെയ്യണം? രണ്ടാമത് നോക്കിക്കേ, സ്നേഹത്തിന്റെ പരമാർത്ഥ ഹൃദയം ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവും. പിരിക്കുന്നില്ല. സ്നേഹത്തിന്റെ സൽപ്രവൃത്തിയിൽ ഉത്സാഹം. അന്യോന്യം എന്ത് ചെയ്തോണം? അന്യോന്യം നാളാട് സമീപിക്കുന്നതെന്ന് കാണും തോറും എന്താ അധികമത ചെയ്യേണ്ടത്? അന്യോന്യം പ്രബോധിപ്പിക്കണം. കാണുമ്പോൾ പ്രബോധിപ്പിക്കണം. എന്താ പ്രബോധിപ്പിക്കേണ്ടതെന്ന് അറിയാമോ? സ്നേഹത്തിന്റെ സൽപ്രവർത്തിക്ക് ഉത്സാഹം കാണിക്കണമെന്ന് എന്ത് ചെയ്യണം? കർത്താവ് വരാൻ അടുക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പുള്ളവൻ ഇത് ദിനംതോറും എന്ത് ചെയ്യണം? ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് പറയാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരിക. 32 വാക്യത്തിലേക്ക് വന്ന് പറയും, എന്നാൽ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ച ഭവിച്ച ആ വക അനുഭവിക്കുന്ന കൂട്ടാളികളെത്തിയെന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം നിങ്ങൾ എന്ത് ചെയ്യണം? ലേഖനം ഇങ്ങോട്ട് പറയുക, വിശ്വാസത്യാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവിനെ ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? വരരുത്. അതിനെന്താ വേണ്ടത്? പരമാർത്ഥ ഹൃദയത്തോട് എന്ത് ചെയ്യണം? സത്യത്തിന്റെ പ്രകാശനമൊക്കെ ലഭിച്ചവരാ, പക്ഷെ എന്ത് ചെയ്യണം? പരമാർത്ഥ. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് അവരോട് പറയുക, നിങ്ങളെ പഴയ കാലം ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ നിങ്ങളുടെ പഴയ കാലത്തിന്റെ അവസ്ഥ? അന്ന് പീഡനം ഉണ്ടായിരുന്നു, നിന്ദയുണ്ടായിരുന്നു, കൂത്തുകാഴ്ച ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തടവുകാരോട് നിങ്ങൾ എന്ത് ചെയ്തു? സഹതാപം കാണിച്ചതല്ല, സ്വർഗത്തിൽ നിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം പോലെ എന്ത് ചെയ്തു? എന്താ ഈ സമ്പത്തുകളുടെ അപകാരം എന്നറിയാമോ? ഒരു സെന്റിങ്ങൾ എടുക്കുന്നതല്ല. ഇവരുടെ ജീവിതത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. സകലതും പീഡന പ്രതിസന്ധി. ഇപ്പൊ ആകെ ഉള്ളത് കയറി കിടക്കാൻ എന്ത് മാത്രമാ? നാളെ വന്ന് ഗവൺമെന്റ് പറയുക, ഗവൺമെന്റ് ഈ വീടും സ്ഥലവും എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരുടേതായി? ഗവൺമെന്റേതായി. കഷ്ടതയാണ്, പീഡനമാണ്, തടവറയാണ്, ഇതെല്ലാമാണ്. ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും എന്ത് ചെയ്തു? അപ്പോഴും അവർ സന്തോഷിച്ചു. എന്നാ സന്തോഷിക്കാൻ കാരണം എന്നറിയാമോ? ഉത്തമമായ ഒരു സമ്പത്ത്, ഉത്തമമായ ഒരു സമ്പത്ത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന്. ഇവിടുത്തെ എല്ലാം നശിച്ചാലും ശരി, യേശുവിനെ വിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി വേണ്ട. എല്ലാം പോയാലും ശരി, യേശുവിനെ വിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി വേണ്ട. ഞങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് എവിടെ ഉണ്ട്? ഇത് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? അപ്പം വിശ്വാസത്യാഗത്തിൽ സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട ലേഖകൻ പറയാം, നിങ്ങളുടെ ധൈര്യത്തെ എന്ത് ചെയ്യരുത്? കാരണം എന്താണെന്നറിയാം? നിങ്ങൾക്ക് എന്തുണ്ട്? മഹാപ്രതിഫലമുണ്ട്. എന്നിട്ട് പറയാം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് എന്താ ആവശ്യമാണ്? ഇത് പറഞ്ഞിട്ട് പറയാ, ഇനിയും എത്രയും അല്പം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ, എന്നാൽ എന്റെ നീതിമാൻ. ഹബക്കൂക്കിന്ന് എടുത്ത് പറയുക, എന്റെ നീതിമാൻ എന്ത് ചെയ്യും? എന്റെ സമയം ഇവിടെ അവസാനിച്ച്, ഞാൻ അതുകൊണ്ട് ഇതൊക്കെ വിവരിക്കാതെ എളുപ്പം പോകുന്നത്. ലേഖൻ പറയുക, എന്റെ നീതിമാൻ എന്ത് ചെയ്യും? ഹബക്കൂക്കിന്റെ പ്രവചനമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, എന്റെ നീതിമാൻ എന്ത് ചെയ്യും? ദർശനത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? അയ്യോ, നമുക്ക് എന്തൊരു സന്തോഷം എന്നറിയാം വാക്യം കേൾക്കുമ്പോൾ. സന്തോഷം, നല്ല കാര്യം, നമുക്ക് പറയാം. പക്ഷെ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ന്യായവിധിയെ കുറിച്ചാ. ലേഖൻ പറയുക, ന്യായവിധി വരുന്നുണ്ട്, പ്രവാചകൻ പറയാം, ന്യായവിധി എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? വരും. ദർശനത്തിന് എന്ത് ചെയ്തിരിക്കുക? ഈ ന്യായവിധി വന്നാലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ നീതിമാൻ. ലേഖൻ ഇത് തന്നെ പറഞ്ഞു വരുന്നത്. പീഡനമുണ്ട്, പ്രതിസന്ധിയുണ്ട്, കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്, എല്ലാം ഉണ്ട്. വിശ്വാസത്യാഗം ദൈവമക്കളുടെ ഇടയിൽ സംഭവിക്കും. പക്ഷെ ഇതെല്ലാം സംഭവിച്ചാലും ഒരു ചെറിയ ശേഷിപ്പ് എഴുന്നേൽക്കും. ഒരു ചെറിയ ശേഷിപ്പ് എഴുന്നേൽക്കും. അവരെ കുറിച്ച് ലേഖൻ പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? അപ്പോൾ നോയിക്കേ, ഒരു കൂട്ടം ജനത വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ, കർത്താവിനെ അറിഞ്ഞവരാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ബന്ധമില്ലാതാകുമ്പോൾ, ലേഖകൻ ഇവിടെ പറയുകയാണ്, ഒരു കൂട്ടം ദൈവജനം എഴുന്നേൽക്കും. ഇതിന്റെ നടുവിൽ അവരെങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ എന്ത് ചെയ്യും? ഏത് പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലല്ലേ. ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ വാക്കുകൾക്ക് എൻ്റെ അടിവരയിടുമ്പോൾ, ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ ആത്മ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ആ ചെറിയ ശേഷിപ്പിനകത്ത് നമ്മളും കാണണം. നമ്മളും കാണണം. കാരണം എന്തെന്നറിയാമോ?
നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എബ്രായ ലേഖനം നമ്മൾ തുടങ്ങിയതും അത് തന്നെ, നാം ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. ഈ കഴിഞ്ഞ 10 ദിവസം കേട്ട ദൈവവചനത്തിലൂടെ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറയുന്ന, ദൈവമേ, ഒരു കാരണവശാലും ഞാൻ നത്യത നഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറരുത്. ദൈവം ഒരു ചെറിയ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ഒരു ചെറിയ സേക്ഷിപ്പിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനകത്ത് ഞാനും കാണണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആ വലതുകരങ്ങളെ ദൈവത്തിന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ശബ്ദമുയർത്തി ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനോട് പറ, ദൈവമേ, ആ ചെറിയ കൂട്ടത്തിനകത്ത് ഞാനും കാണണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിൽ ജീവിപ്പാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് വായികളെ തുറന്നത് പ്രാർത്ഥിച്ചേ. ഇത്രയും ദൈവജനം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ വായികളെ തുറന്ന് ദൈവസനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ ഉള്ള ദൈവജനം ഒരുമിച്ച് ആദരങ്ങളെ ഇന്ന് തുറന്ന് ശബ്ദമുയർത്തി ആത്മാവിൽ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചേ. നാം നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് ഇന്ന് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്തെ ഘടക